നമ്മുടെ ഇന്നത്തെ കറി കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്ത് കറിയാണെന്ന്. ഒരു പ്രത്യേക കളറല്ലേ ഈ കറിക്ക്. അപ്പോൾ നമ്മുടെ ചീരയും തക്കാളിയും ചേർത്ത് തേങ്ങ അരച്ച കറിയാണ് ഇത്. ചീരയും തക്കാളിയും എന്ന് പറയുമ്പോൾ ഇങ്ങനൊരു കോമ്പിനേഷൻ കേട്ടിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഇത് എങ്ങനെ ശരിയാവും എന്നുള്ളതൊന്നും വിചാരിക്കേണ്ട. നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരുടെയും വീട്ടിൽ ചീര ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഉണ്ടാക്കാം. ചീര ഇല്ലെങ്കിൽ വാങ്ങിച്ചിട്ട് ഉടനെ ഉണ്ടാക്കാം കേട്ടോ. അധികം ക്വാണ്ടിറ്റി ഒന്നും വേണ്ട. ചീര ഒരു പിടി ചീരയും ഒരു തക്കാളി ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ ചോറിന്റെ കൂടെ മാത്രമാണ് കേട്ടോ ഈ ഒരു കറി കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പത്തിന്റെയും ചപ്പാത്തിയുടെയും ഒന്നും കൂടെ കഴിക്കാൻ പറ്റുന്ന കറിയല്ല, ചോറിന് മാത്രം കഴിക്കാൻ പറ്റുന്ന കറിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കറി ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വീഡിയോയുടെ താഴെ മറക്കാതെ കമന്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇങ്ങനെയുള്ള കോമ്പിനേഷൻസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കാറുണ്ടോ എന്നുള്ളതും കൂടെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ചീരയും തക്കാളിയും കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കഴിച്ചു നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കൂ. നമുക്ക് നമ്മുടെ ചീരക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു 4 തണ്ട് ചീര എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാം. ഞാൻ 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് എരിവുള്ള പച്ചമുളകല്ല. പിന്നെ നിങ്ങൾക്ക് സവോള എടുക്കാം, ഇല്ലെങ്കിൽ ഉള്ളി എടുക്കാം. ഞാനിപ്പോൾ സവോളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എളുപ്പത്തിലായിട്ട്. ഉള്ളിയാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഉള്ളി നന്നാക്കി എടുക്കാൻ മടിയായിട്ടാണ് സവോള എടുത്തത്. ഒരു തക്കാളി, വേപ്പില, പിന്നെ നമുക്ക് വേണ്ടത് പൊടികളൊക്കെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചീര നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുക്കുക. ചീരയുടെ തണ്ടും ഉണ്ട്, ഇലകളും ഉണ്ട്, എല്ലാം ചേർത്താണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഈ സവോളയും അതുപോലെ തന്നെ തക്കാളിയും ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് കറി റെഡിയാക്കി തുടങ്ങാം. ഉള്ളിയാണെങ്കിൽ ഒരു 10 ഉള്ളി നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക, ഇല്ലെങ്കിൽ റൗണ്ടിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വറവിടാനാണ് ഉള്ളി അല്ലെങ്കിൽ സവോള വേണ്ടത്. ഇതൊരു ഒഴിച്ചേറി ആയതുകൊണ്ട് സവോള ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സവോള എടുത്തത്. ഇല്ലെങ്കിൽ ഉള്ളി തന്നെ എടുക്കാൻ നിർബന്ധമായിട്ടും പറയുള്ളൂ. ഉള്ളി വേണ്ട കറികളിൽ നമ്മൾ ഉള്ളി നിർബന്ധം പറയാറുണ്ട്. അപ്പോൾ ഞാനിത് രണ്ടും കട്ട് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ നമ്മൾ നമ്മുടെ സവോളയും തക്കാളിയും പച്ചമുളകും എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സവോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. തക്കാളി ആണെങ്കിലും ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടല്ല ഈ തക്കാളിയും സവോളയൊക്കെ കുക്ക് ചെയ്യുന്നത്. നന്നായിട്ട് എണ്ണയിൽ വഴറ്റിയെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് വേഗം കുക്കായി കിട്ടാനാണ് ഈ ചെറുതായിട്ട് കട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി നമ്മുടെ ചീര കുക്ക് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ നമ്മൾ കറി റെഡിയാക്കാനായിട്ട് ചട്ടി ചൂടാക്കി ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക് ആഡ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 2 വറ്റൽമുളക്, അതുപോലെ തന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന സവോള, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഈ സവോള ഒന്ന് കുക്കായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ മുളക് പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചീരയും പരിപ്പൊക്കെ കറി ഉണ്ടാക്കില്ലേ, അതുപോലെ ആവും നമ്മുടെ കറിയുടെ കളറ്. അതുകൊണ്ടാണ് നമ്മൾ മുളക് പൊടി ചേർക്കാതെ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ ഈ കറിക്കെന്ന് പറയുന്നത്. ഇതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരട്ടെ. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി മഞ്ഞൾപ്പൊടി ഒന്ന് കുക്കായി വരട്ടെ. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. മൺചട്ടി ആയതുകൊണ്ട് വേഗം തന്നെ കുക്കായി വരും. അപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടി കുക്കായി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. തക്കാളി ഒന്ന് നന്നായിട്ട് ഉടഞ്ഞു വരുന്നത് വരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ തക്കാളി ഒന്ന് ഉടഞ്ഞു വന്നോളും. ഞാനൊന്ന് അടച്ചു വയ്ക്കട്ടെ. ഇപ്പോൾ നമ്മുടെ തക്കാളി ചേർത്ത് നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയി. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചീര ചേർക്കാം. ചീരയുടെ തണ്ടും കൂടി ഉള്ളതുകൊണ്ട് കുക്കായി വരാൻ കുറച്ച് സമയം എടുക്കും. ഇതിലേക്ക്
ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ വെള്ളം ഒഴിച്ച് വേവിക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചീര ആ തണ്ടൊക്കെ ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആവിയിൽ തന്നെ കുക്കായി കിട്ടിക്കോളും. അപ്പോൾ ഇനി നമ്മുടെ ചീര ഒന്ന് കുക്കാവട്ടെ. ഒരു 2 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. കുക്കായി വരുമ്പോൾ ചീര വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ചീര കുക്കാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വേറെ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് അരയ്ക്കുമ്പോൾ ഈ ജീരകം മാത്രം ചേർത്ത് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചീര നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. ചീരയുടെ തണ്ടും എല്ലാം കുക്കായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടോ, നമ്മൾ ചേർത്തതിനേക്കാൾ വളരെ ചെറിയ ക്വാണ്ടിറ്റി ഉള്ളൂ. ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ തണ്ട് മുറിയുന്നുണ്ടെങ്കിൽ ചീര കുക്കായിട്ടുണ്ടെന്നാണ്. ഇലകളൊക്കെ നന്നായിട്ട് വാടിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കുക. ആവശ്യത്തിന് വെള്ളം ചേർക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് നോക്കുക. കുറച്ചുകൂടി വെള്ളം വേണം, നമ്മുടെ അരപ്പ് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഒരുപാട് ഗ്രേവി ഉള്ള കറിയല്ല കേട്ടോ, ഒരു മീഡിയം ഗ്രേവി ഉണ്ടാവുള്ളൂ. ഇത് കണ്ടോ, കുറച്ചുകൂടി വെള്ളം ഞാൻ ചേർക്കുകയാണ്. ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കാവും ഗ്രേവി. അതനുസരിച്ച് നമ്മളിപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുക. നല്ല കളർഫുൾ ആയിട്ടുള്ള ചീരയിലയുടെ ആ ഒരു കളറൊക്കെ വന്നിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിലേക്ക് നമ്മൾ ഇനി വറവ് ചേർക്കാനൊന്നുമില്ല, നമ്മൾ ആദ്യം വറവ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ആവി വരണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ 1-2 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് ഇപ്പോഴാണെങ്കിലും ചേർക്കാം. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞാനൊന്ന് ഉപ്പൊക്കെ ചെക്ക് ചെയ്യട്ടെ. അപ്പോൾ ഞാനിപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് കറിയിൽ നിന്ന് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഉപ്പ് കുറവായിരുന്നു, ഞാൻ വളരെ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനിത്. അപ്പോൾ എന്തായാലും എല്ലാവരും ചീര കിട്ടുമ്പോൾ അല്ലെങ്കിൽ ചീര വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ ഒരു കറി ഉണ്ടാക്കി നോക്കിക്കോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടാവും. അധികം ഇൻഗ്രീഡിയൻസ് വേണ്ട, അധികം സമയം വേണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ചൂട് ചോറും ചൂട് ചീരക്കറിയും കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം പറയാൻ മറക്കരുത്. ആ ജീരകത്തിൻ്റെയും തേങ്ങയുടെയും ആ റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? വളരെ ഈസി അല്ലേ? പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ചീരക്കറി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഫോട്ടോയൊക്കെ ഒന്ന് വാട്സാപ്പ് ചെയ്ത് തരിക. അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും കൂടി തരിക. അപ്പോൾ ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചീരക്കറി. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇങ്ങനെയുണ്ട് നമ്മുടെ ചീരയും തക്കാളിയും കറിയും. വളരെ എളുപ്പമല്ലേ? അതുപോലെ തന്നെ കണ്ടിട്ട് ഒരു വ്യത്യസ്തമായ കളറും ഒരു ഭംഗിയും. പിന്നെ നമ്മുടെ കറി ഇരിക്കുന്നതോറും ആ ചീരയുടെ കളറായി വരും കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ കുക്കറിലൊന്നും വെച്ച് കുക്ക് ചെയ്യരുത്. ഞാൻ പറഞ്ഞ പോലെ ചട്ടിയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ വേറെ പാത്രങ്ങളിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരുപാട് ചീരയുടെ റെസിപ്പീസ് ആണെങ്കിലും തക്കാളിയുടെ റെസിപ്പീസ് ആണെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ വീഡിയോ ഇടാത്ത ദിവസങ്ങളിൽ കമൻറ്റ്സ് വരാറുണ്ട്, ഇന്ന് വീഡിയോ ഇല്ലേ, ഇന്ന് കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വീഡിയോ ഇല്ലാത്ത ദിവസങ്ങളാണെങ്കിൽ സാധാരണ നമുക്ക് സൺഡേ ട്യൂസ്ഡേ ആണ് വീഡിയോ ഇല്ലാത്തത്. ആ ദിവസങ്ങളിൽ പഴയ വീഡിയോകളൊക്കെ ഒന്ന് എടുത്തിട്ട് കാണും കേട്ടോ. അങ്ങനെ കാണുന്നതിന് നമ്മുടെ വീഡിയോയിൽ പ്ലേലിസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാ പ്ലേലിസ്റ്റുകളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കാം. ഇല്ലെങ്കിൽ ഓരോ കറികളും നമ്മൾ ചെയ്തിട്ടുള്ളതാണെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ട കറികൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വേണ്ട കറികളുടെ പേരിന്റെ കൂടെ നീതാസ് ടേസ്റ്റ്ലാൻഡ് എന്നും കൂടെ കൊടുത്ത് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള റെസിപ്പികളൊക്കെ ആണെങ്കിൽ അതിന്റെ
ലിങ്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഇപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ പഴയ വീഡിയോകളും കാണുക, പുതിയ വീഡിയോകളും കാണുക മാത്രമല്ല എല്ലാവരും ഉണ്ടാക്കി നോക്കി കഴിഞ്ഞിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒന്ന് അറിയിക്കുകയും കൂടി ചെയ്യാം കേട്ടോ. എന്ന് വെച്ചാൽ വീഡിയോ കണ്ടു മാത്രം പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയുന്നില്ലല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പികളാണോ ഇഷ്ടമില്ലാത്ത റെസിപ്പികളാണോ, പിന്നെ ഇനി ചെയ്യേണ്ട റെസിപ്പികൾ എന്തൊക്കെയാണെന്ന് അതും ഒന്ന് കമന്റ് ചെയ്യുക. എന്ന് വെച്ചാൽ പലർക്കും പല റെസിപ്പികളായിരിക്കും ഇഷ്ടം. ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന റെസിപ്പികൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് വീട്ടിലിരിക്കുമ്പോൾ എന്നുള്ളതും കൂടി ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഈ എല്ലാ കാര്യങ്ങളും ചെയ്യും എന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.